പ്രധാനമായ ലീലയിൽ എന്ന് എടുത്തു പറയാനുള്ള കാരണം ഇതുവരെയുള്ള ഭഗവാന്റെ ലീല ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഉള്ളതായിരുന്നു. കംസന് തൻ്റെ അന്തകനായിട്ടുള്ളവൻ ആരാണെന്ന് ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അശരീരി കേട്ടു, അന്തകൻ ജനിച്ചു എന്ന് ഉറപ്പിച്ചു. അന്തകനെ കണ്ടുപിടിച്ച് വധിക്കാൻ വേണ്ടി ചിലരെ വിട്ടു, പോയവരൊക്കെ മരണപ്പെട്ടു എന്നുള്ളതല്ലാതെ കൃത്യമായിട്ട് തൻ്റെ അന്തകൻ ആരാണെന്ന് ആർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല? കംസന് ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനിടയിൽ വെച്ചിട്ടാണ് ബ്രഹ്മദേവൻ വന്നു. ദേവന്മാർക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്താ ദേവന്മാർക്കിടയ്ക്കുണ്ടായ സംശയം എന്ന് ചോദിച്ചപ്പോൾ, ഭഗവാൻ കംസനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള തലത്തിലേക്ക് പോകുന്നില്ലയോ, വെറുതെ ഈ പശുക്കളെയൊക്കെ മേയിച്ച് നടക്കുകയാണോ എന്നുള്ള സംശയമൊക്കെ ദേവന്മാർ ബ്രഹ്മാവിനോട് ചോദിച്ചു. അതിന് പ്രകാരമാണ് ബ്രഹ്മാവ് വന്ന് ഭഗവാനെ ഒന്ന് പരീക്ഷിച്ചു. നമ്മൾ ഇന്നലെ അത് പറഞ്ഞു ഇല്ലേ, കുട്ടികളെയൊക്കെ ഗോക്കളെല്ലാം കൊണ്ടുവന്ന് ഗുഹയ്ക്കുള്ളിൽ അടച്ചു എന്ന ചരിതമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സംശയം നീക്കിയപ്പോൾ ഭഗവാന് തോന്നി ഇനി താൻ ആരാണ് എന്ന് കൃത്യമായിട്ട് കംസനെ ബോധിപ്പിക്കണം. എപ്പോഴും ഇങ്ങനെ മറഞ്ഞിരുന്നുള്ള കളി വേണ്ട, അതങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഭഗവാനെ കൃത്യമായി കംസനെ ബോധിപ്പിക്കുന്ന ലീല ഏതാണെന്ന് ചോദിച്ചാൽ കാളിയ മർദ്ദനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാളിയ മർദ്ദനം എന്ന് പറയുന്ന ലീല പരസ്യമായിട്ടാണ്. ബാക്കി എല്ലാ ലീലയും ഭഗവാൻ ഈ കുട്ടികൾ മാത്രമേ കാണുന്നുള്ളൂ. അവർ ചെന്ന് വീട്ടുകാരോട് പറയുന്നെങ്കിലും വീട്ടുകാരൊന്നും അത് വലിയ വിശ്വാസത്തിലെടുത്തിട്ടുമില്ല. അകാസുരനെ വധിച്ചു എന്ന് വീട്ടുകാരോട് വീട്ടുകാർ പറഞ്ഞു, പോടാ ചുമ്മാതെ കൊച്ചി ചെറുക്കൻ അവനെങ്ങനെയാണ് പാമ്പിനെ കൊല്ലുന്നത്, അടുത്ത ബകാസുരനെ വധിച്ചു എന്നപ്പോൾ ചുമ്മാ എന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ ഇവിടെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇവിടെ കംസൻ്റെ ചാരന്മാർ നടക്കുന്നുണ്ട്. ഏകദേശം ഇവരൊരു ഊഹമുണ്ട്, ഈ വൃന്ദാവനത്തിനോട് അടുത്തുള്ള പ്രദേശത്താണ് താൻ വിടുന്നവരൊക്കെ പോയി മരിക്കുന്നത്. അതുകൊണ്ട് ഈ വൃന്ദാവനത്തിൻ്റെ ആ ഏരിയയിലാണ് അന്തകനുള്ളതെന്നൊരു ഊഹം ഉണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ചാരന്മാരെ ഇൻ്റലിജൻസ് വിഭാഗത്തെയൊക്കെ കംസൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാളിയമർദ്ദനം ആടുന്നത്. ഇവിടെ കാളിന്തി നദി എന്ന് പറയുന്ന യമുനാ നദിയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു ഭഗവാന്റെ വരവ് പ്രതീക്ഷിച്ച് ഭഗവാനെ കാണുവാനും ഭഗവാനെ കണ്ട് ആനന്ദിക്കുവാനും വേണ്ടി ഒഴുകിയെത്തിയ നദിയാണ് യമുനാ നദി. ആ യമുനാ നദിയിലാണ് കാളിയൻ എന്ന ഉഗ്രസർപ്പം വസിക്കുന്നത്. ആ കാളിയൻ വസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ അതിൻ്റെ വിഷം പടർന്നിട്ട് സർവ്വജീവജാലങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു പ്രദേശത്തേക്കാണ് അന്ന് ഗോക്കളെയും കൂട്ടി ഭഗവാൻ എത്തുന്നത്. ഭഗവാൻ ഗോക്കളെ കൂട്ടി എത്തുന്ന സമയത്ത് ഈ കുട്ടികളും പശുക്കളും ഒക്കെ കുറേ ദൂരം നടന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി കാളിന്തിയിലേക്ക് ഓടിപ്പോയി വെള്ളം കുടിച്ചു. ഈ വെള്ളം കുടിക്കുന്ന മാത്രയിൽ ഈ വിഷം ഇവരെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഇവർ ബോധരഹിതരായി നിലം പതിച്ചു. ഇവർ ബോധരഹിതരായി നിലം പതിച്ച സമയത്ത് ഭഗവാൻ തൻ്റെ കാരുണ്യം കൊണ്ട് ഇവരുടെ ആ വിഷത്തെ ഇല്ലാതാക്കി അവരെ വീണ്ടും നേരെയാക്കിയെടുത്തു. പക്ഷെ ഭഗവാൻ ഒരു കാര്യം ചിന്തിച്ചു, എടാ ഞാൻ ഇവരെ രക്ഷിച്ചു, പക്ഷേ ഈ ജനങ്ങളെപ്പോഴും വരുന്ന ജനങ്ങളുമായി കടന്നു പോകുന്ന ഈ പ്രദേശത്ത് ഈ ഒരു നദിയിൽ ഇങ്ങനെ ഒരു വിഷം പുലർന്നു നിൽക്കുന്നത് ശരിയല്ലല്ലോ. ജനവാസ കേന്ദ്രത്തിൽ മാലിന്യമായ ഈ വിഷം അകറ്റേണ്ടതുണ്ട്. പിന്നെ കാളിയൻ ഇവിടെ വസിക്കുന്നത് അത്ര ഉചിതവുമല്ല. പിന്നെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച തന്നെ തപസ് ചെയ്ത് ഈ നദിയിലേക്ക് വന്ന യമുനയെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതും ഭഗവാന് ഇഷ്ടവുമല്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്ത് തൊട്ടടുത്തോട് കദംബ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് ഈ യമുനാ നദിയുടെ മധ്യഭാഗത്തേക്ക് വരുന്ന ശിഖരത്തിലേക്ക് വന്നു. എന്തിനാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഈ വെള്ളത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് ചാടണമെങ്കിൽ കുട്ടികളൊക്കെ ചാടുന്നുണ്ടല്ലേ, നീന്തൽക്കാരൊക്കെ ദൂരെ നിന്ന് ഓടി വന്ന് വളരെ ഉയരത്തിൽ നിന്ന് എടുത്ത് ചാടും. അപ്പോൾ എന്താ ചെയ്യുക, അത്രയും ആവേശത്തിൽ അത്രയും ഊർജ്ജത്തിൽ ആവേഗത്തിൽ എവിടെ ചെല്ലും, അടിയിൽ ചെല്ലും. മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട് ഫിസിക്സൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. എങ്ങനെയാണ് ഊർജ്ജത്തിൻ്റെ പ്രവാഹം? കാരണം അത്രയും അടിത്തട്ടി പോകണമെങ്കിൽ പതുക്കെ ഇറങ്ങി മുങ്ങിയിട്ട് കാര്യമില്ല, ഒറ്റച്ചാട്ടത്തിന് ഒരു കുതിപ്പിന് അതിൻ്റെ അടിത്തട്ടിലേക്ക് എത്തുക. ഭഗവാൻ നേരെ മരത്തിൻ്റെ കൊമ്പിലേക്ക് കയറി നേരെ അടിത്തട്ടിലേക്ക് കയറി. കാരണം എന്താ, കാളിയൻ ഏറ്റവും അടിയിലാണ് വസിക്കുന്നത്. കാളിയൻ സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുക. ഭാര്യമാരും ഒക്കെ ഇവിടെ ഉണ്ട്. 2 ഭാര്യമാരോടൊപ്പം കാളിയൻ ഇങ്ങനെ വസിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഭഗവാൻ കാളിയൻ ഈ ശബ്ദം കേട്ട് എന്തോ വീണ് തൻ്റെ അടുത്ത് വന്ന ശബ്ദം കേട്ട് കാളിയൻ ചാടി എഴുന്നേറ്റു. തന്നെ ഭയന്നിട്ട് ഒരു മത്സ്യങ്ങൾ പോലും ഓടില്ല, എല്ലാം ചത്തൊടുങ്ങിയിട്ടുണ്ട് എൻ്റെ വിഷം കൊണ്ട്. ഇവിടെ എന്താ വന്ന് തന്നെ ഭയക്കുന്ന തൻ്റെ ഈ സ്ഥലത്ത് വന്ന് വീണതെന്നറിയാൻ നോക്കുമ്പോഴാണ് ഒരു മനുഷ്യക്കുഞ്ഞ് കിടന്ന് വട്ടം ചുറ്റി കളിക്കുന്നു. കാളിയൻ അത്ഭുതമായി, ഈ വിഷത്തിനിടയിലും മരിക്കാതെ ഒരുത്തനോ. ഭഗവാന്റെ ചുറ്റും ഭഗവാനാവട്ടെ ഈ കാളിയൻ്റെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി നീന്താൻ തുടങ്ങി. കാളിയൻ ഇങ്ങനെ ഭഗവാനെ പിടിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ ഇങ്ങനെ ചുറ്റി കയറി. എന്താ കാര്യം, സർപ്പത്തിൻ്റെ സഞ്ചാരം അറിയാലോ, ഇങ്ങനെ ചുറ്റിയാണ്. അതേ കണക്ക് തന്നെ ഭഗവാൻ അങ്ങനെ വട്ടം ചുറ്റി അവിടെ എത്തിച്ച് കാളിയനെ മേളിലെത്തിച്ചു. മേളിലെത്തിയ സമയത്ത് കാളിയൻ തൻ്റെ വാലുകൊണ്ട് ഭഗവാനെ ചുറ്റി വരിഞ്ഞങ്ങ് മുറുക്കി. ഈ കാളിയന്തിയിലേക്ക് ചാടിയ സമയത്ത് തന്നെ ഈ കുട്ടികളെല്ലാവരും കൂടെ വൃന്ദാവനത്തിലേക്ക് ഓടി. അവർ നേരെ ഓടിച്ചെന്ന് നന്ദഗോപരോടും മറ്റുള്ളവരും പറഞ്ഞു, ദേ കൃഷ്ണൻ കാളിന്തിയിലേക്ക് ചാടിയിരിക്കുന്നു. കാര്യം എന്താ, ഇത്രയും നാളെല്ലാം മേളി വെച്ചാൽ കണ്ടത്, ഇപ്പം വെള്ളത്തിനടിയിലായിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ കൃഷ്ണൻ കാളിന്തി ചാടി, അവിടെ വലിയ സർപ്പം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. നന്ദഗോപരും മറ്റുള്ളവരൊക്കെ വടിയും തടിയും ഒക്കെ എടുത്ത് കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരെവിടേക്ക് വന്നു, കാളിന്തി തീരത്തേക്ക് ഓടി വന്നു. ഇവർ വരുമ്പോൾ കാണുന്ന കാഴ്ച
ആ കാളിയൻ ഭഗവാനെ ചുറ്റി വരിഞ്ഞ് വിഴുങ്ങാൻ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നന്ദഗോപരും മറ്റുള്ളവരും വെള്ളത്തിലേക്ക് ചാടാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ ബലരാമൻ തടഞ്ഞു. ബലരാമൻ പറഞ്ഞു വേണ്ട, കാരണം കൃഷ്ണൻ എന്താണെന്ന് ആർക്കറിയാം? ബലരാമന് കൃത്യമായിട്ട് അറിയാം. അതുമാത്രമല്ല, ഈ പിടിച്ചിരിക്കുന്ന കാളിയനെക്കുറിച്ചും ബലരാമനറിയാം. കാരണം ബലരാമന് യഥാർത്ഥത്തിൽ ആരാ? സർപ്പമാണ്, അനന്തനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കാളിയൻ എന്ത് കഴിവുണ്ടെന്നും കൃഷ്ണൻ എന്ത് കഴിവുണ്ടെന്നും ആർക്കറിയാം? ബലരാമൻ അറിയാം. ബലരാമൻ തടഞ്ഞു. ഈ സമയം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരം ഒന്ന് വിഭ്രമിച്ചു. കാരണം എന്താ? എല്ലാവരും വരുന്നത് വരെയുള്ള സമയം ഭഗവാൻ അവിടെ കാത്തു നിന്നുള്ളൂ. കാര്യം എന്താ? എല്ലാവരും കാണാടണം ഈ ലീല എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും അറിയണം താൻ ഇനി തൻ്റെ അടുത്ത ദിശ കംസൻ്റെ നേരെയാണ്. അതുകൊണ്ട് കംസൻ അടക്കമുള്ളവർ തന്നെ തിരിച്ചറിയണം. മനസ്സിലായില്ലേ? ഇനി മറഞ്ഞിരിക്കൽ പരിപാടിയില്ല. മറഞ്ഞിരിക്കാനാണല്ലോ പെറ്റു വീണ ഉടനെ വസുദേവരടുത്ത് പറഞ്ഞ് യശോദയുടെ വീട്ടിലേക്ക് വന്നത്. ഇനി നേരെ അനാവരണം ചെയ്ത് ഇനി അരങ്ങത്ത് ഇനി എവിടെ നിൽക്കല്ല, അണിയറയിൽ നിൽക്കലല്ല, അരങ്ങത്തേക്കുള്ള പ്രവേശനമാണ്. എല്ലാവരും എത്തിയെന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരം ഒന്ന് വിഭ്രമിച്ചപ്പോൾ ഈ കാളിയന് തൻ്റെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അസ്ഥികളൊക്കെ നുറുങ്ങുന്ന കണക്ക് തോന്നി. കാളിയൻ പിടിയൊന്ന് പെട്ടെന്ന് അയച്ചു. ഈ അയച്ച സമയത്ത് ഈ ചുറ്റിപ്പോകുന്ന ഗോവണി ചവിട്ടി കയറുന്ന കണക്ക് ഭഗവാൻ ഈ ശരീരത്തിലൂടെ ഓടിക്കറങ്ങി മേലെ എവിടെ കയറി? കാളിയൻ്റെ മുകളിൽ കയറി കാളിയൻ്റെ പണത്തിന് മുകളിൽ കാലുകൾ ചവിട്ടാൻ തുടങ്ങി. അപ്പോൾ ഓരോ പണത്തിൽ ചവിട്ടുമ്പോൾ ഓരോ പണം താരുമ്പോൾ അടുത്ത പണത്തിൽ ചവിട്ടും. മനസ്സിലായില്ലേ? എങ്ങനെ മാറിയും തിരിഞ്ഞും ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ തോന്നി കൊള്ളാം, നല്ല രസമുണ്ട്. ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷേ ഇതിപ്പോൾ തനിയെ ഡാൻസുകളായി. കാരണം എന്താ? ഒന്നിൽ നിന്ന് വീഴാതിരിക്കുക, അടുത്തേക്ക് ചവിട്ടും, അടുത്തേന്ന് വീഴാതിരിക്കുക, അടുത്തേക്ക് ചവിട്ടും. അപ്പം ഓരോ ചവിട്ട് കൊള്ളുമ്പോൾ നമ്മൾ താഴ്ന്നും പൊങ്ങി ഇങ്ങനെ കാളിയൻ്റെ ശിരസിനനുസരിച്ച് ഭഗവാൻ ആ ഡാൻസ് കൂടെ വന്നപ്പോൾ എന്തായാലും വിചാരിച്ചൊരു മ്യൂസിക് കൂടെ ആയാൽ എന്താ? ഓടക്കുള്ളെടുത്ത് ഊതാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് യമുനാ നദിക്ക് വളരെ സന്തോഷമായി. തന്നെ ശുദ്ധീകരിക്കാൻ, അതുമാത്രമല്ല താൻ എന്നും ആനന്ദിക്കാനിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണൻ തൻ്റെ യമുനയുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ആ യമുനാ നദി അതിനൊരു അവസരം സൃഷ്ടിച്ച് എന്താ? കാളിയൻ ഈ ചവിട്ട് കൊണ്ട് വാലെടുത്ത് വെള്ളത്തിലടിക്കുമ്പോൾ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു തെറിക്കും. കടലിലെ തിരമാല പോലെ ആയി യമുനയിലെ വെള്ളം. കാര്യം എന്താ? ഈ വാലിട്ടടിക്കുന്നുണ്ട്. ആ വെള്ളത്തുള്ളികൾ തെറിക്കുമ്പോൾ യമുനാ നദി ഭഗവാനെ ജലഗണങ്ങൾ കൊണ്ട് വർഷിക്കാൻ തുടങ്ങി. പുഷ്പവൃഷ്ടി നടത്തുന്ന കണക്ക് ആ ജലത്തുള്ളികൾ ഇങ്ങനെ ഭഗവാന്റെ ദേഹത്തേക്ക് ഇങ്ങനെ മുത്തുമാകൾ വാരി വിതറുന്നത് പോലെ ഭഗവാന്റെ ദേഹത്തേക്ക് മണിമുത്ത് വാരി വിതറുന്ന പോലെ യമുനയിലെ ജലങ്ങൾ ഇങ്ങനെ വന്ന് തെറിച്ച് വീഴാൻ തുടങ്ങി. ഈ മനോഹരമാർന്ന കാഴ്ചയിൽ പ്രകൃതി മാരിവില്ല് ഒഴുക്കിക്കൊണ്ട് പുറത്ത് നല്ല ഒന്നാന്തരമായ മഴവില്ല് ചാർത്തി ഭഗവാന്റെ പുറകിലായി. അങ്ങനെ മനോഹരമാർന്ന ഭഗവാന്റെ ആനന്ദ നടനം, ആ കാളിയ നടനം ആ മുഴുവൻ ആൾക്കാരും കണ്ട് ആനന്ദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കാളിയൻ്റെ ഭഗ്നിമാരിരുവരും മുകളിലേക്ക് ഉയർന്നു വന്ന് അവർ പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണം, ഈ അപരാധമൊക്കെ ഒന്ന് ക്ഷമിക്കണം, അങ്ങ് കാളിയനെ വെറുതെ വിടണം എന്ന് അപേക്ഷിച്ചു. ഇവിടെ ഭഗവാനാകട്ടെ ആരോടും നിത്യശത്രുതയൊന്നുമില്ല. മനസ്സിലായില്ലേ? ആ ചെയ്യുന്ന തെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തീർന്നു, നിത്യശത്രുതയില്ല. അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അഭയം കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ രീതി. കാളിയൻ്റെ ഭഗ്നിമാരിരുവരും അപ്പോഴത്തേക്ക് കാളിയൻ തളർന്നു. കാളിയൻ്റെ കണ്ണൊക്കെ കലങ്ങി, വായിലൂടെ രക്തം വരെ പുറത്തു വന്നു. ഈ സമയത്ത് കാളിയ ഭഗ്നിമാർ വന്ന് തൊഴുകയോട് അഭയം ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ശരി, കാളിയെ ഞാൻ വിട്ടിരിക്കുന്നു, ഒരു ഉപാധി, ഇവിടം വിട്ടു പൊയ്ക്കോളണം. കാരണം ഈ സ്ഥലം ജനവാസ കേന്ദ്രമാണ്. പക്ഷികളും മൃഗങ്ങളുമൊക്കെ ജലം കുടിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം. അവിടെ ഇത്രയും വിഷത്തോടു കൂടിയൊരു അവസ്ഥ ഉണ്ടാകുന്നത് ശരിയല്ല. ലോകപാലകനാണല്ലോ ഭഗവാൻ, അവിടെ വിട്ടു പോകണം. കാളിയൻ ആ സമയത്ത് വെച്ച്, ഭഗവാനെ, ഞാനിവിടെ വന്നതിനെക്കുറിച്ച് അങ്ങേക്ക് അറിയാമല്ലോ. കാളിയൻ്റെ സ്വന്തം സ്ഥലം ഇവിടെ അല്ല, അത് ഞാനിവിടെ വന്നതിനെക്കുറിച്ച് അങ്ങേക്ക് അറിയാമല്ലോ. ഞാനിവിടം വിട്ട് എവിടെയാണ് പോകേണ്ടത്? അപ്പോൾ പറഞ്ഞ് രമണകദ്വീപിൽ പോകണം. ഈ രമണകദ്വീപമാണ് ഈ സർപ്പങ്ങളുടെ വാസകേന്ദ്രം. പക്ഷേ അവിടേക്ക് ഞാൻ പോകാൻ പറ്റില്ല, കാരണം അവിടെ നിന്നാണ് ഞാൻ ഇവിടേക്ക് ഒളിച്ചോടി വന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ഗരുഡൻ ഇടയ്ക്കിടയ്ക്ക് രമണകദ്വീപത്തിൽ പോകുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഈ ഗരുഡൻ്റെ ഭക്ഷണം എന്ന് പറയുന്ന സർപ്പങ്ങളാണ്. പാമ്പുകൾ ഭക്ഷിക്കുന്നതാണ് ഗരുഡൻ്റെ ഏറ്റവും ഇഷ്ട ഭക്ഷണം. ജീവികളെ ഭക്ഷിക്കലാണ്. അപ്പോൾ ഈ ഗരുഡൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ സർപ്പങ്ങളുടെ ആവാസ കേന്ദ്രം ചെല്ലുമ്പോൾ കുറേ എണ്ണത്തെ വെറുതെ കൊന്നുകളയും. കടിച്ച് കൊന്ന് കുറേ എണ്ണത്തെ നഖം കൊണ്ടൊക്കെ കീറി കൊല്ലും. എന്നിട്ട് ആവശ്യമുള്ളതിനെ ഭക്ഷിച്ചിട്ട് കുറേ എണ്ണത്തെ കൊന്നിട്ടിഞ്ഞു പോരും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ സർപ്പങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂടി. ഇങ്ങനെയാണെങ്കിൽ വംശനാശം ഉണ്ടാവും. അതുകൊണ്ട് ഇവരൊരു ഉപാധി വെച്ചു ഗരുഡനോട്. എന്താ? ഓരോ ദിവസവും ഓരോരുത്തരായിട്ട് അങ്ങ് വരാം. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 10-100 എണ്ണത്തെ കൊല്ലും. അതിനൊക്കെ നല്ല ഒരാൾ പോയാൽ എണ്ണം നഷ്ടപ്പെടത്തില്ല, പിടിച്ചു നിൽക്കാൻ പറ്റും. കാളിയൻ്റെ ദിവസം വന്നു. കാളിയൻ പറഞ്ഞു, ഞാൻ പോവില്ല. കാളിയൻ തലേന്ന് രാത്രി ഭാര്യമാരെയും കൂട്ടി ഒളിച്ചോടി. കാര്യം കാളിയന് കൃത്യമായിട്ട് അറിയാം ഗരുഡനെ വരാൻ പറ്റാത്തൊരു സ്ഥലമുണ്ടെന്നറിയാം. നമ്മൾ രാമായണത്തിലൊരു സ്ഥലം കേട്ടില്ലേ, ബാലികേറാമല എന്നൊക്കെ പറയുന്ന കണക്ക്. അതുപോലൊരു സ്ഥലം കാളിയന് വരാൻ പറ്റാത്ത ഈ കാളിന്തിയുടെ ഈ ഭാഗത്താണ്. എന്താ ഇവിടെ ഗരുഡന് വരാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം സൗരഭി എന്ന് പറയുന്നൊരു മഹർഷി തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് ഈ ഒരു പ്രത്യേക ഭാഗം. ഈ മഹർഷി തപസ് ചെയ്യുന്ന സമയത്ത് ഗരുഡൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലത്തും വരും. വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് മത്സ്യത്തെ കൊത്തി തിന്നുമായിരുന്നു. അപ്പോൾ ഈ മഹർഷി പലതവണ പറഞ്ഞു, ഇവിടെ ഇരുന്ന് മത്സ്യത്തെ തിന്നരുത്, ഇത് ആശ്രമമാണെന്ന് പറഞ്ഞു. ഗരുഡൻ പക്ഷേ ഇത് കേട്ടിട്ടില്ല.
വിശക്കുന്നവന് ആശ്രമമൊന്നുമില്ലല്ലോ. അപ്പോൾ ഗരുഡൻ അവിടെ എത്തിയത് തിന്നപ്പോൾ മഹർഷി അവസാനം പറഞ്ഞു, നിനക്കിനി ഇവിടെ വരാൻ പറ്റാതെ പോകട്ടെ എന്നൊരു ശാപം കൊടുത്തു. ഈ ശാപമുള്ള സ്ഥലമാണെന്ന് ആർക്കറിയാം? കാളിയനറിയാം. കാളിയൻ തക്കം പാർത്ത് ഈ സ്ഥലത്താണ് വന്ന് വസിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇവിടെ ആര് വരില്ല? ഗരുഡൻ വരില്ല. പക്ഷേ ഇവിടെ വന്ന് നേരെ രമണകദ്വീപിലേക്ക് പോയാൽ അവിടെ ഗരുഡൻ വരില്ലേ? ഗരുഡൻ ഇപ്പോൾ ഒരു ദേഷ്യമുണ്ടല്ലോ. ഗരുഡൻ തന്നെ വന്ന് ആക്രമിക്കുമെന്ന് ആര് പറഞ്ഞു? കാളിയൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ പാദമുദ്ര ഉള്ളിടത്തോളം കാലം, മനസ്സിലായില്ലേ, ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭഗവാന്റെ പാദമുദ്ര ഏറ്റവും കൂടുതൽ പതിഞ്ഞ ആരുടെ ദേഹത്താ? കാളിയൻ്റെ ദേഹത്താ അല്ലേ? ഒരു ചെറിയ അപ്പം മഹാബലിക്ക് ആ പാദമുദ്ര കിട്ടിയിട്ടുണ്ട്. കാലുയർത്തി അനുഗ്രഹിച്ചു, ശിരസിൽ വെച്ചു. പക്ഷേ അത് കാലിങ്ങനെ ഉയർത്തി വെച്ച് അനുഗ്രഹിച്ചു. അത് കാളിയൻ്റെ ദേഹത്തെ മുദ്ര അങ്ങനല്ല, നല്ല ഒന്നാന്തരമായിട്ട് ചവിട്ടി പൂഴ്ത്തി പതിപ്പിച്ചിരിക്കുക, ഉറപ്പിച്ചിരിക്കുക അല്ലേ? 1 2 തവണയല്ല, ഓരോ തലയിലും 100 150 തവണ ചാടി ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉറച്ച് അല്ലേ? ചില പാറയിലൊക്കെ നമ്മൾ കണ്ടില്ല, ദേവിയുടെ പാദം പതിഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് കുഴി പോലെ പാദം, അതുപോലെ പതിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അത്രയും ദൃഢമായ പാദമുദ്ര ആർക്കുണ്ട്? കാളിയനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഭയക്കണ്ട എന്ന് പറഞ്ഞ് കാളിയനെ അവിടെ നിന്ന് യാത്രയാക്കി. ഇതാണ് കാളിയ മർദ്ദനം. ഇനി ഈ കാളിയ മർദ്ദനത്തിൽ ഇങ്ങനൊരു പാമ്പിൻ്റെ മുകളിൽ കയറി ഭഗവാൻ നടനമാടിയത് കൊണ്ട് ഭഗവാന് ഭയങ്കര കഴിവുള്ള ആളാണെന്ന് ബോധിപ്പിക്കാനാണോ കാളിയ മർദ്ദനം നമ്മളോട് ചർച്ച ചെയ്യുന്നത്? ആണോ? പിന്നെന്തിനാന്നുള്ളതാണ് പ്രശ്നം അല്ലേ? ഇവിടെ നമ്മുടെ ജീവിതത്തെയാണ് ഭഗവാൻ കാട്ടിത്തരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു, കംസനെ തേടിയുള്ള യാത്രയിൽ ഓരോരുത്തരെ വധിക്കുമ്പോഴും നമ്മളുടെ ദുർഗുണങ്ങളെയാണ് ഇല്ലാതാക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഈ ഓരോരോ ദുർഗുണങ്ങളെ ഇല്ലാതാക്കി ദുർഗുണങ്ങളെ എല്ലാത്തിനെയും നമ്മളിൽ ബലമായി ഉറപ്പിച്ച് വെക്കുന്നതിനെ ശുദ്ധീകരിക്കലാണ് കാളിയ നടനം. ബലമായി ഉറപ്പിച്ച് വെക്കുന്നതാരാ? ഇന്ദ്രിയങ്ങളാണ്, മനസ്സുമാണ് അല്ലേ? നെഗറ്റീവായിട്ടുള്ള ദുർവൃത്തികളെ, ദുർചിന്തകളെയും ദുർഗുണങ്ങളെയും ഉറപ്പിച്ച് നിർത്തുന്ന ഇന്ദ്രിയങ്ങളും മനസ്സുമാണ്. ആ മനസ്സിനെ ശുദ്ധീകരിക്കലാണ് കാളിയം. അതുകൊണ്ടാണ് ഇത് പരസ്യലീല എന്ന് പറയപ്പെടുന്നത്. മനഃശുദ്ധീകരണത്തിൻ്റെ പരമമായ ലീലയാണ്. ഇവിടെ 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ടല്ലോ അല്ലേ? ഈ 5 ഇന്ദ്രിയങ്ങളെ പ്രതീകമാണ് 5 തല. കാളിയൻ 5 തലയുണ്ട് അല്ലേ? ഇനി 5 തലയും ചേരുന്ന ഒരു ഉടലല്ലേ? 5 ഇന്ദ്രിയങ്ങളോട് ചേരുന്ന ഉടലല്ലേ മനസ്സെന്ന് പറയുന്നത്? 5 ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചല്ലേ മനസ്സെല്ലാ വിഷയങ്ങളെ അനുഭവിക്കുന്നത് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഉടലാകുന്ന 5 ഇന്ദ്രിയങ്ങളും ബാഹ്യ വിഷയങ്ങളിൽ രമിക്കുന്നതാണ് വിഷം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ ഈശ്വരമായ ചിന്തയില്ലാതെ ഇന്ദ്രിയങ്ങൾ ബാഹ്യമായ വിഷയങ്ങളിൽ രമിക്കുന്നതെല്ലാം വിഷത്തിന് തുല്യമാണ്, ദുഃഖം വരുത്തും. ഇവിടെ കാളന്തി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മളെ ജീവിതമാണ്. കാളന്തി ഒരു നദിയെപ്പോലെ നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എപ്പോഴും ഒരുപോലെയാണോ ഒഴുകുന്നത്? ആണോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ശാന്തതയോട് ഇരിക്കുന്ന നമ്മുടെ ജീവിതം ആരെങ്കിലും ഒരു വൃത്താന്തം പറഞ്ഞാൽ അത് മാറത്തില്ലേ? ദേഷ്യം വരാം, ദുഃഖം വരാം അല്ലേ? പലതരത്തിലുള്ള വികാരത്തിന് മാറും. നമ്മളിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ആ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു മാറിയൊരു ചിന്ത വന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഭാവം മാറത്തില്ലേ? എല്ലാം മാറും, നിമിഷം കൊണ്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നദികൾ എപ്പോഴും ഒരുപോലെയാണോ ഒഴുകുന്നത്? ഇടയ്ക്കിടയ്ക്ക് വികസിച്ചൊഴുകും, ചുരുങ്ങി ഒഴുകും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചാട്ടം ഉണ്ടാവും, ചുഴികളുണ്ടാവും. അപ്പോൾ ഇതിനകത്താണ് നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ഈ ശരീരത്തിൽ നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങൾ വന്നാൽ അതെന്ത് ചെയ്യും? വിഷത്തിന് തുല്യമായി നമ്മളെ നശിപ്പിക്കും. മനസ്സ് അതിനോട് ചേർന്ന് വ്യവഹരിക്കും. അങ്ങനെയുള്ള സമയത്ത് അതിന് മുകളിൽ ആരുടെ ചിന്ത ഉണ്ടാവണം? ഭഗവത് ചിന്ത ഉണ്ടാവണം. ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കാൻ ഭഗവത് ചിന്തയാണ്. അതാണ് ഭഗവാന്റെ ആ ഒരു പാദം, ഭഗവത് ചിന്തയാണ് അവിടെ ഇന്ദ്രിയങ്ങൾക്ക് മുകളിൽ ആ കാളിയ നടനം ആടേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഭഗവത് ചിന്ത കൊണ്ട് നമ്മൾ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കണം. അപ്പോൾ വിഷത്തെ ഇല്ലാതാക്കിച്ചാൽ ഇന്ദ്രിയ വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ 2 പത്നിമാരാണല്ലോ വന്ന് പ്രാർത്ഥിച്ച്. ആരൊക്കെയാ? ഇന്ദ്രിയ സുഖങ്ങളോടൊപ്പം മനസ്സിനോടൊപ്പം പത്നിമാരായി നടക്കുന്ന രാഗവും ദേഷ്യവുമാണ്. അപ്പോൾ ഈ രാഗദേഷ്യങ്ങൾ എന്ത് ചെയ്യും? ഭഗവാന്റെ പാദത്തിലേക്ക് അടങ്ങും. മനസ്സിലായില്ലേ? രാഗം ഭഗവാനിലേക്ക് ഒതുങ്ങും, ദേഷ്യവും അവിടെ ഇല്ലാണ്ടാവും. ആ നിലയിലേക്ക് വന്നപ്പോൾ ഭഗവാന്റെ പാദശുദ്ധി വരിക, ഇന്ദ്രിയ ശുദ്ധി വന്നു. മനസ്സിലായില്ലേ? അതാണ് കാളിയ നടനത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ കാളിയ നടനത്തിലൂടെ ഭഗവാൻ തൻ്റെ ഐഡൻറ്റിറ്റിയെ ബോധിപ്പിച്ചു. ആ സമയത്ത് തന്നെ ഇവിടെ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ നേരെ ഓടി കംസൻ്റെ അടുത്തേക്ക് ചെന്നു. ചാരന്മാരുണ്ടല്ലോ, അവർ എന്ന് പറഞ്ഞ്, കംസ, യഥാർത്ഥത്തിൽ നിൻ്റെ ശത്രുവിനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് മറ്റാരുമല്ല, അവിടെ യശോദയുടെ പുത്രനായി, നന്ദഗോപരുടെ പുത്രനായിരിക്കുന്നവനാണ് ശത്രു എന്ന് പറഞ്ഞു. ആ രീതിയിൽ കാളിയമർദ്ദനത്തിൻ്റെ ചടങ്ങൂടെ കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് തൊട്ടുപുറകിൽ വരുന്ന ഒരു ലീല കൂടി പറഞ്ഞ് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. എങ്കിലും നമുക്ക് മറ്റുള്ള ലീലകളിലേക്കും കൂടി ഒന്ന് പോകാൻ